എന്ത് മനോഹരമായ സ്ഥലമല്ലേ. ഇന്ന് ഈ ഒരു സൈഡിലാണ് നമ്മൾ ചൂണ്ടയിടാൻ വന്നിരിക്കുന്നത്. ഇതിലെ നടന്ന് വേണം പോകുവാൻ വേണ്ടി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി ഏരിയയിലാണ്. സ്ഥലം വെളിപ്പെടുത്തുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃഷിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞങ്ങൾ ഇവിടെ ചൂണ്ടിടാൻ വന്ന കണ്ടോ, ഈ ഏരിയയിൽ ഞങ്ങളിന്ന് ചൂണ്ടിടാൻ വന്നതാണ്. അപ്പം ഇന്ന് കാർപ്പ് ഫിഷിംഗ് ആണ്. എന്തൊക്കെ മീനെ കിട്ടുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഇവിടെ കൂടുതൽ പുല്ലൻ കട്ട്ല രോഗമൊക്കെ ഉണ്ട്. ഇതുവരെ അങ്ങനെ അടിച്ചിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ തീറ്റ. ഇതിൽ ഫിഷിങ്ങിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന തീറ്റ. ഇത് പെല്ലറ്റ്, മൈദ, പിന്നെ എസൻസുകളൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. അത് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞങ്ങൾ പിന്നെ ഇടുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് സ്പൈഡർ ഹുക്കിലാണ് ഇടാൻ വേണ്ടി. ഇതാണ് സ്പൈഡർ ഹുക്ക്. ഈ ഒരു ഐറ്റമാണ്. ഇതിപ്പോൾ കടകളിൽ മേടിക്കാൻ കിട്ടും. 100 രൂപ അത്രയേ ഉള്ളൂ. 100 രൂപ വിലയേ ഉള്ളൂ. ഇതാണ് ഐറ്റം. ഈ ഐറ്റത്തിലാണ് ഈ ഫുഡ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇടുന്ന ഓരോരോ വീഡിയോകളൊക്കെ ഇടുമ്പോഴത്തേനെ നിങ്ങൾ എങ്ങനെയാണ് മീനെ പിടിക്കുന്നത്, ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ, ഇതിൻ്റെ മീനുകൾ തീറ്റയ്ക്കുള്ള മീനിൻ്റെ തീറ്റയ്ക്കുള്ള ഫുഡൊക്കെ ചെയ്യുന്ന വീഡിയോകൾ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഏരിയ വരുമ്പം ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടാൻ പറ്റിയില്ല. ഇപ്പം ഇത് പുതുപ്പള്ളി ഏരിയയാണ്. സ്ഥലം വെളിപ്പെടുത്തുന്നില്ല. സ്ഥലം വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഒത്തിരി പേര് വന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് പുതുപ്പള്ളി ഏരിയ എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി ഏരിയ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. മറ്റേ നിറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പം ഇത് ഈ സ്പ്രിങ്ങിലോട്ടാണ്. ഇത് 16 ചൂണ്ടയാണ് ഇവിടുത്തെ. ഇതാണ് സ്പൈഡർ ഹുക്ക് എന്ന് പറയും. 16 എണ്ണമാണ് ഇവിടുത്തെ. ഇതിങ്ങനത്തെ. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം എടുക്കാൻ. ഈ സ്പ്രിങ്ങിലാണ് നമ്മൾ തീറ്റ നിറയ്ക്കുന്നത്. ഇതുകൊണ്ട് ഇതുപോലൊരു കൈ എടുത്തിട്ട് ഈ സ്പ്രിങ്ങിലോട്ട് ഞെക്കി കൊള്ളിക്കുകയാണ്. ഇങ്ങനെ വട്ടത്തിൽ ഒരു ബോൾ പോലെ ആക്കി ഞെക്കി കൊള്ളിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, കയ്യിൽ നല്ല ഷാർപ്പ് ഹുക്കുകളൊക്കെയാണ്. കയ്യിൽ കൊള്ളാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇത് കടകളിൽ മേടിക്കാൻ കിട്ടും. ഇത് 100 രൂപ 120 രൂപ അങ്ങനെ റേറ്റിലൊക്കെ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. ഇപ്പം ഇതുണ്ട്. ഇതിങ്ങനെ നല്ല രീതിയിൽ ഈ തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ വേറൊന്നും ചെയ്യാം. ഇപ്പോൾ ഈ സ്പൈഡർ ഹുക്കിൽ എല്ലാവരും പറഞ്ഞിരുന്നു ഇതെങ്ങനെയാണ് മീൻ പിടിക്കുന്നത്, സ്പൈഡർ ഹുക്കിൽ എങ്ങനെയാണ് തീറ്റ നിറയ്ക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേനെ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കി വെക്കണം. ഇതുണ്ട്, ഇത് പോകണം. ഇത്രേ ഉള്ളൂ. പിന്നെ തീറ്റ ഉണ്ടാക്കുന്നത് എസൻസുകളൊക്കെ ചേർത്താണ്. പെല്ലറ്റ്, മൈദ, എസൻസുകളൊന്നും വെളിപ്പെടുത്തുന്നില്ല കറക്റ്റായിട്ട്. ആക്കി തരാം. ഇതുകൊണ്ട് ഇത് പെട്ടെന്ന് ഹുക്കപ്പ് ആവും. എന്നിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് ഇത് ഇങ്ങനെ കുത്തി കുത്തി വെക്കണം. ഇത് പോണൊക്കെ എല്ലാ ചൂണ്ടയും. കരിമീനൊക്കെ ഹുക്ക് ചെയ്യുന്ന വേറൊരു രീതിയാണ്. അത് പിന്നെ കാണിച്ചു തരാം. ഇത് നമ്മൾ കാർപ്പ് ഫിഷിങ് വേണ്ടിയുള്ളതാണ്. കാർപ്പ് ഫിഷിങ് എന്ന് പറഞ്ഞാൽ പുല്ലിനെ, തൂളി, രോഹു, കട്ട്ല അങ്ങനെയുള്ള ഐറ്റങ്ങൾ. ഇവിടെ കൂടുതലും പുല്ലൻ അങ്ങനെ പറയുന്ന മീനാണ്. അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ പലയിടത്തും പല പേരുകളാണ് ഇതിനുള്ളത്. പുല്ലൻ എന്ന് പറയും. ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഓരോ ദിവസങ്ങളിൽ വന്ന് 10-12 കിലോ ഒക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലും 2 ആഴ്ചകൾ മുന്നേ ഒക്കെ. അപ്പം ഇപ്പം വെള്ളം ഇതുണ്ടോ, വെള്ളം കയറി ഇറങ്ങിയ സമയമാണ്. വെള്ളം കയറി ഇറങ്ങിയ സമയത്ത് പാടാ. ഇതുണ്ട്. ഇതിങ്ങനെ ആക്കി ഈ രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. ശ്രദ്ധിക്കണം, ചൂണ്ട കയ്യിൽ കൊള്ളാതൊക്കെ വേണം ചെയ്യാൻ വേണ്ടി. കിട്ടുന്നുണ്ടോ? ഇതുണ്ട്. ഈ രീതിയിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ തീറ്റ ഇറക്കേണ്ടത്. പിന്നെ ഞങ്ങൾ ഇടുന്നത് വേറെ സ്പൈഡർ ഈ ഹുക്കിൽ ഇവത്തിലോട്ട് ഈ ചൂണ്ടലാണ് നമ്മൾ എറിഞ്ഞിടാൻ പോകുന്നത്. അത് കാണിച്ചു തരാം. ആവശ്യമായിട്ടുള്ള നൂലെടുത്തിട്ട് ഇപ്പം ഈ തീറ്റയൊക്കെ എറിയാൻ വേണ്ടി നമുക്ക് റീലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ആവശ്യത്തിന് ഇങ്ങനത്തെ നൂലുകൾ മതി. ഈ ഹുക്കിലാണ് ഞങ്ങൾ ബന്ധിപ്പിക്കുന്നത്. ഇതകത്ത് ഓൾറെഡി നമുക്ക് ഇതൊക്കെ എല്ലാം മേടിക്കാൻ കിട്ടും. 5 രൂപ റേറ്റൊക്കെ ഉള്ളൂ. ഇതിലോട്ട് ഇത് കയറ്റി
ഇങ്ങനെ ലോക്ക് ചെയ്യും. കണ്ടോ, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഈ തീറ്റ ഇനി എന്നാ ചെയ്യുന്നത് വെച്ചാൽ കാണാം, ഇതിങ്ങനെ എറിഞ്ഞിടുവാണ്. ഇതിങ്ങനെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങോട്ട് കാണിച്ചു ഉണ്ട്, അവിടെ എറിഞ്ഞതാണ്, അവിടെ എല്ലാം മീൻ അടിക്കുന്നതാണ്. എന്നിട്ട് ഇത് വല ഈ നൂല് താന്നതിന് ശേഷം, അത് നിലത്തെത്തിയതിന് ശേഷം ഇവിടെ വലിച്ച് ഇതിങ്ങനെ ആക്കി സെറ്റ് ചെയ്ത് വെക്കും. ഇത്രേ ഉള്ളൂ. ഇനി ഇത് മീൻ അടിക്കുമ്പോൾ അത് നമുക്കറിയാൻ പറ്റും, ഈ നൂല് അങ്ങോട്ട് വലിച്ചുകൊണ്ടേ ഇരിക്കും. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പം 3 സ്പൈഡർ ഹുക്കാണ് ഞങ്ങൾ എറിഞ്ഞിട്ടേക്കുന്നത്. ഇതുണ്ട്, വിധത്തിൽ ചെറുതായിട്ട് ഈ ഒരു സ്പോട്ടിലിട്ടിട്ടുണ്ട്, പിന്നെ ആ ഒരു സ്പോട്ടിലിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരന് 2 പേരാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കണ്ടോ, ഇത് 3 ഞങ്ങളിപ്പം ഏരിയയിൽ എറിഞ്ഞിട്ടുണ്ട്. ഒത്തിരി മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്നാന്നുള്ളത്. അയ്യോ, അത് പോയെന്ന് തോന്നുന്നു. ഇല്ല, ഒത്തിരി ചെറിയൊരെണ്ണം അടിച്ചിട്ടുണ്ട്. അയ്യോ, അത് പുല്ലിനിടയ്ക്ക് കയറി. ആദ്യമേ കിട്ടിയൊരു പരലാണ്. പരലിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഉടൻ തന്നെ അടുത്ത ചൂണ്ടലടിച്ചതാണ്, സ്പൈഡർ ചൂണ്ടലടിച്ചതാണ് പുല്ല്. ഞങ്ങളുടെ നാട്ടിൽ പുല്ലെന്നാണ് പറയുന്നത്, കോട്ടയം ഏരിയയിലൊക്കെ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീനിൻ്റെ പേര് എന്ന് പറയുന്നത് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ അടുത്തൊരു പേര് തൂളി എന്നൊക്കെ പറഞ്ഞു. ഈ മീന് എൻ്റെ ഫ്രണ്ടാണ് ജോൺസൺ, അവന് കിട്ടിയതാണ് ഇത്. ഉണ്ടോ, നല്ല നീളമുണ്ട്, നല്ല ഒരു 300-400 ഗ്രാം വലിപ്പമുള്ളതാണ് പുല്ല്. എന്നുവെച്ചാൽ ഇപ്പം ഈ മുട്ടയിടിയിലെ സമയമൊക്കെ കഴിഞ്ഞത്തേനും ഇപ്പോൾ കൂടുതലും ഇപ്പോൾ തീറ്റയൊക്കെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഏത് തീറ്റ കിട്ടാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഇത് ഹുക്കപ്പ് ആവും. ഈ സ്പൈഡർ ചൂണ്ടയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ 16 ചൂണ്ടയുണ്ടാവത്തെ. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മീൻ തിന്നാൻ വരുമ്പോൾ വായിലല്ല കറക്റ്റായിട്ട് ഉടക്കുന്നത്, ദേഹത്ത് ചെകളയിലോ എവിടെയെങ്കിലും ഒക്കെ ഉടക്കി നമുക്ക് ഉപ്പായി കിട്ടുന്നതാണ്. ഇതുണ്ട്, ഇവിടെ ഈ ചൂണ്ട നമുക്ക് വലിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. നിറച്ചും ഈ കായലിലെയും ആറ്റിലൊക്കെ കണ്ടുവരുന്ന പോളയില്ലേ, ചെറിയ പോളകൾ, അതാണ് നിറച്ച്. ഇത് നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ആ പോളയ്ക്കിടയ്ക്ക് കാണാൻ കയറിയ പിന്നെ മീൻ നമ്മുടെ എന്നിട്ട് ഈ വായിലൊക്കെ ഉടക്കിയാൽ, ദേഹത്ത് ചെകളിലൊക്കെ ഉടക്കിയാലൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞു പോകും. അതാണ് ഒരു കാര്യം. ഇതുണ്ട്, ഞങ്ങൾ ചൂണ്ടയിടുന്ന സ്ഥലമാണ്. നല്ല മനോഹരമായ സ്ഥലമല്ലേ. ഇപ്പോൾ സന്ധ്യയായി, ഒരു 5. ഞങ്ങളെന്നാൽ ചൂണ്ടയിടയിൽ നിർത്തുകയാണ്. ഇപ്പോൾ ഒരു 10 പുല്ലനും പിന്നെ പരല്, പിന്നെ ആറ്റ് ചെമ്പല്ലി, അതൊരെണ്ണം കിട്ടിയിട്ടുണ്ട്, ചെറുതാണ്. അത്രയും മീനാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് 2 പേർക്ക് കൊണ്ട് പറക്കാനുള്ള കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്ന വീഡിയോകൾ എല്ലാം വരുന്നുണ്ട്. ഇങ്ങനെ ഫിഷിങ് പരമായിട്ടുള്ള ടിപ്സുകൾ ഞങ്ങൾ കൂടുതൽ ഇടുന്നുണ്ട്. ഇനിയും കരിമീൻ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞക്കുരി കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറുവാപ്പരലിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ മഞ്ഞപ്പള്ളത്തി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10-20 മീനോളം കിട്ടിയിട്ടുണ്ട്. ഒരു 1.5-2 കിലോ അടുത്തുള്ള മീനുകളുണ്ട്. മെനക്കേടിനുള്ള മീനുകൾ ഇന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ മീൻ ടിപ്സുകളും മീനിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയുമായി എത്തുന്നിടം വരെ ബൈ.